ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന വ്യാപാര ദിവസം വിപണികളിൽ ഉണർവ്. സെൻസെക്സ് 900 പോയിന്റ് വരെ ഉയർന്ന് 74,000-നരികെ. ഓയിൽ ആൻഡ് ഗ്യാസ്, IT, ബാങ്ക്, ഹെൽത്ത് കെയർ, പവർ ഓഹരികൾ നേട്ടത്തിൽ. അതിവേഗ ഓഹരി സെറ്റിൽമെന്റ് T+0 തുടക്കം. ബജാജ് ഹൌസിംഗ് ഫിനാൻസ് കമ്പനിയുടെ IPO ലിസ്റ്റിംഗിൽ തിളങ്ങി ബജാജ് ഫിനാൻസ് ഓഹരികൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതന വർധന 3 മുതൽ 10 വരെ ശതമാനം വർധന. പ്രതിദിന ശരാശരി വേതനം 28 രൂപ വരെ കൂടും. വേതന വർധന അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിലാകും. ശരാശരി വേതനം രാജ്യവ്യാപകമായി 261 രൂപയിൽ നിന്ന് 289 രൂപയായി ഉയരും. വേതന വർധനയ്ക്ക് അനുമതി നൽകിയത് DMK നേതാവ് കനിമൊഴി ഉൾപ്പെട്ട കമ്മിറ്റി. കേരളത്തിൽ 3.6% വർധന. കേരളത്തിലെ വേതനം 333 രൂപയിൽ നിന്ന് 346 രൂപയാകും. HDFC ബാങ്കിൽ നിന്ന് ഭവന വായ്പ എടുത്തിട്ടുള്ളവരുടെ EMI കൂടും. റിപ്പോ നിരക്ക് അധിഷ്ഠിതമായ ഭവന വായ്പാ പലിശയിൽ 10 മുതൽ 15 അടിസ്ഥാന പോയിന്റുകൾ കൂടും. പലിശ നിരക്ക് 9.2% മുതൽ 9.8% വരെയായി. ഫ്ലോട്ടിംഗ് റേറ്റിൽ ഭവന വായ്പ എടുത്തവരുടെ പ്രതിമാസ തിരിച്ചടവ് ഉയരും. ഇന്ത്യയിൽ നിന്ന് 5 ലക്ഷം മെട്രിക് ടൺ വെള്ള അരി ആവശ്യപ്പെടാൻ മലേഷ്യ. ആവശ്യം ഈ വർഷത്തേക്ക് അനുവദിച്ച 1,70,000 ടൺ അരിക്കു പുറമെ. അഭ്യർത്ഥന ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ കയറ്റുമതി പരിമിതപ്പെടുത്തിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഔദ്യോഗിക അഭ്യർത്ഥന അയക്കുമെന്ന് മലേഷ്യൻ കൃഷിമന്ത്രി മുഹമ്മദ് സാബ്. H1B വിസ അപേക്ഷകരെ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഓർമ്മിപ്പിച്ച് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്. ഏപ്രിൽ 1 മുതലുള്ള അപേക്ഷകൾ പുതിയ ചട്ടപ്രകാരം വേണമെന്ന് നിർദ്ദേശം. വിസ ഫീസ് വർധന ഏപ്രിൽ 1 മുതൽ ബാധകമാകും. എല്ലാ H1B1, H1B1 അപേക്ഷകളും നിയുക്ത USCIS ലോക്ക് ബോക്സ് ലൊക്കേഷനുകളിൽ തന്നെ സമർപ്പിക്കണം. തെറ്റായ വിലാസങ്ങളിലേക്ക് അയക്കുന്ന അപേക്ഷകൾ തിരുത്തലിനുള്ള ഗ്രേസ് പീരീഡ് ഇല്ലാതെ നിരസിക്കപ്പെടും. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം വലിയ നേട്ടത്തിലാണ് വിപണികൾ. സെൻസെക്സ് 74,000 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്കായി അടുക്കാനൊരുങ്ങുകയാണ്. 900 പോയിന്റ് വരെ ഉയരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി ഇപ്പോഴത്തെ വിപണിയുടെ ഒരു നിലവാരം നോക്കിയാൽ ദേശീയ ഓഹരി വിപണി 293 പോയിന്റ് ഉയർന്ന് 22,416 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ബാങ്കിംഗ്, ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയൊക്കെ ഇന്ന് വളരെ സുരക്ഷിതമായ നിലയിൽ ഉയർന്നാണ് വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 918 പോയിന്റ് ഉയർന്ന് 73,913 എന്ന മാജിക്കൽ നമ്പറിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു 6-7 പോയിന്റ് കൂടി ഉയർന്നു കഴിഞ്ഞാൽ 74,000 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് ബോംബെ ഓഹരി സൂചിക മാറും. ഇനി ഡോളർ രൂപ വിനിമയ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഡോളറിന് നേട്ടമുള്ള ദിവസമാണ്. 26 പൈസ ഉയർന്ന് 83 രൂപ 39 പൈസ എന്ന നിരക്കിലാണ് ഡോളറിൻ്റെ വ്യാപാരം നടക്കുന്നത്. ഇന്ന് നമ്മളൊപ്പം ഉള്ളത് ഒരു അതിഥിയുണ്ട്. ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. എന്തായാലും വിപണി വലിയ ഉയരത്തിലാണ്. 74,000 എന്ന് പറയുന്ന പോയിന്റ് അല്പസമയത്തിനകം തന്നെ കടക്കാനൊരു സാധ്യതയുണ്ടല്ലേ? മാർക്കറ്റ് ഇന്ന് ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിലും അവിടെ നിന്ന് കുതിച്ച് കയറുന്നതായിട്ടാണ് കണ്ടത്. ഇന്ന് 2023-24 ഫൈനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തെ ദിവസത്തെ ട്രേഡിംഗ് ആണ്. തീർച്ചയായും ഒരു ഹൈയിൽ തന്നെ ഇന്ന് ക്ലോസ് ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. നിഫ്റ്റിയുടെ ഒരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 525 ലെവലിൻ്റെ അടുത്തേക്ക് എത്താറായി. അതായത് 22,434 വരെ നിഫ്റ്റി എത്തി. ഇനി 434 ഒരു അല്ലെങ്കിൽ 430-35 ആ ലെവൽ ഒരു റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവല് 525 ലെവലിലേക്കാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ഒരു പ്രത്യേക സെക്ടറില്ല. IT, ബാങ്കിങ്, അതുപോലെ ഓട്ടോമൊബൈൽ, ഇതെല്ലാം തന്നെ നല്ല പോസിറ്റീവായിട്ടാണ് ഇന്ന് ട്രേഡ് നടക്കുന്നത്. ഒരു ഫ്രണ്ട് ലൈനിലെ ഷെയറുകളിലാണെങ്കിലും മിഡ് ക്യാപ്പിലാണെങ്കിലും ഒരു ഓവറോൾ ബൈയിങ് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയും സെൻസെക്സും ഒരുപോലെ തന്നെ കയറിയാണ് നിൽക്കുന്നത്. എന്നാലും ഈ ലെവല്, അതായത് 22,430-35 ഈ ലെവല് നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. അത് കട്ട് ചെയ്ത് ഇനി ഉയരത്തിലേക്ക് പോകുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. എന്തായാലും സാമ്പത്തിക വർഷത്തിന്റെ അവസാന വ്യാപാര ദിവസത്തിൽ സെൻസെക്സ് പുതിയ റെക്കോർഡ് കുറിക്കുമോ എന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്.